ഹലോ ഓൾ. ഇന്ന് മനോരമ ഹോർത്ത് സാധനം പോയ കഥയും എന്റെ സൗണ്ട് പോയ കഥയാണ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി പോവാതിരിക്കുന്ന എങ്ങനെയാ? ഇങ്ങനെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നല്ല കാഴ്ചകളൊക്കെ തന്നെ നടക്കുമ്പോഴാണ് നല്ല പരിചയമുള്ള ഒരു സൗണ്ട്. ആരാ? നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സർ. കുഞ്ഞിലേ മുതൽ അദ്ദേഹത്തിന് ഭയങ്കര ഫാനാണ്. പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നു. ഫുൾ ടോക്ക് തീരുന്നവരെ കേട്ടിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് കുറെ ബുക്ക് മാർക്സും പ്ലാനേഴ്സും ഒക്കെ വിൽക്കുന്നത് ഈ ഷോപ്പ് കണ്ടത്. ബുക്ക് മാർക്സ് പിന്നെ നമ്മുടെ പണ്ടേയുള്ള വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ അവിടെ 4 ബുക്ക് മാർക്സ് വാങ്ങിച്ചു. അത് വാങ്ങിച്ച് നടക്കുമ്പോഴാണ് എന്റെ സൗണ്ട് വളരെ റീസൺ ഉണ്ടായത്. ഐസ്ക്രീം. ഈ ഐസ്ക്രീം നിന്നതോടുകൂടി എന്റെ തൊണ്ടയിൽ ചെറുതായിട്ടൊരു പണി കിട്ടി. അത് കഴിഞ്ഞ് നടന്ന് വരുമ്പോൾ അവിടെ ഭയങ്കര ഒരു കൂട്ടം. നോക്കിയപ്പോ ആരാ? സാക്ഷാൽ കമലഹാസനും ഇവിടെ മഞ്ജു ചേച്ചി, മഞ്ജു വാര്യരും. ഞാൻ മഞ്ജു വാര്യരെ ഭയങ്കര ഫാനാട്ടോ. കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരുന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും കാഴ്ചകൾ കണ്ട് നടന്നു വന്നപ്പോ അവിടെ വേറൊരു ടോക്ക്. ആരാ? നമ്മുടെ സ്വന്തം ഗേളി നദിയ മൊയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള സംസാരമൊക്കെ. ഭയങ്കര ഭയങ്കര കൈൻഡ്ഫുൾ, ഭയങ്കര സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നി. പിന്നെയാണ് എന്റെ തട്ടകമായ സ്ഥലത്ത് കയറിയത്, പുസ്തകശാല. കുറേ അധികം ബുക്സ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകങ്ങൾ നമ്മളെ വീക്ക്നെസ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഞാനൊരു 3 ബുക്സ് എടുത്തു. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാരണം കുറേ ബുക്സ് അവൈലബിൾ ആയിരുന്നു. മനോരമ ഹോർത്തൂസിന്റെ സ്പെഷ്യൽ എഡിഷൻ ബുക്സ് ആയിരുന്നു എല്ലാം. എല്ലാ ബുക്സിലും മനോരമ ഹോർത്തൂസ് എന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബുക്സിനൊക്കെ ഓഫേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 3 ബുക്സ് വാങ്ങിച്ചു, പുറത്തിറങ്ങി. കുറച്ച് പുറത്തേക്കൊക്കെ നോക്കി കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് ഒരു പാട്ടിന്റെ സൗണ്ട്. അതാരപ്പാന്ന് വെച്ച് ഓടിപ്പോയി നോക്കിയപ്പോഴാണ് നമ്മുടെ ജോബ് കുര്യൻ. അദ്ദേഹത്തിന്റെ ഫേമസ് പാട്ട് പാടുന്നതായിരുന്നു. ആളുടെ ടോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് അധികം നേരം കാണാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കിയപ്പോ വേറൊരു തിരക്ക്. ആരെടാന്ന് നോക്കിയപ്പോ എന്റെ അമ്മയുടെ ചെല്ലം പ്രകാശ് രാജ് സാർ ആയിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പത്തേക്ക് ഇരുട്ടായതുകൊണ്ട് നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടു. ലൈറ്റ്സ് ഒക്കെ കണ്ടു വന്നപ്പോഴാണ് അപ്പുറത്ത് വേറൊരു ആള്. ആരാ? നമ്മളെ നിഖിലേച്ചി, നിഖില വിമല്. നമ്മൾ ഇന്റർവ്യൂവിൽ കാണുന്ന അതേ സംസാരവും അതേ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് പുള്ളിക്കാരിക്കും. കുറച്ചേരം അവിടെ നിന്നതിന് ശേഷം ബാക്കി രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ലാലേട്ടനോട് ഒരു ബൈയൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയി.